മലയാളികൾക്ക് ഗായിക മഞ്ജരിയുടെ ഓണസമ്മാനമാണ് അനുരാഗം. അനുരാഗത്തിൻ്റെ വിശേഷവുമായി മഞ്ജരി ഉണ്ട് കൂടെ. സ്വാഗതം. താങ്ക് യു. നമസ്കാരം. അനുരാഗം പ്രണയമാണോ ഇത്? അതെ, അനുരാഗം എന്ന ഞാൻ ഉദ്ദേശിക്കുന്ന, എൻ്റെ ഗാനത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന രാഗം അനുരാഗമാണ്. അത് വന്നു ഭവിക്കുക എന്നുള്ളത്. അനുരാഗം എന്ന് പറയുന്ന ഒരു ഭാവം അത് വരുന്നതാണല്ലോ, ഓട്ടോമാറ്റിക്. അത് നമ്മൾ ആരും പ്രെഡിക്റ്റ് ചെയ്യാതെ ഉണ്ടാവുന്ന ഒരു വികാരമാണ്. രണ്ട് വ്യക്തികൾ തമ്മിലാകാം. സോ ഞാൻ ഈ ഒരു കോമ്പോസിഷൻ ഉണ്ടാക്കിയ സമയത്ത്, മ്യൂസിക് ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ഒരു വേർഡായിരുന്നു അനുരാഗം. അനുരാഗം എന്ന് എനിക്കിങ്ങനെ മനസ്സിൽ വന്നു. അപ്പോൾ എനിക്ക് കൈതപ്രം സാറ് പാട്ട് എഴുതണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്, അനുരാഗമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ പാട്ടിൽ. അപ്പോൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് എനിക്ക് ഞാൻ ഭയങ്കര ഡയറക്റ്റായിട്ടുള്ള രണ്ടുപേർ തമ്മിലുള്ള ഒരു എങ്ങനെയായിരിക്കും അവരുടെ ഒരു കോൺവെർസേഷൻ പോലെ ഒരു പാട്ടായിരിക്കണം. അപ്പം സാറ് പറഞ്ഞു, എനിക്ക് ഭംഗിയായിട്ട് എഴുതി തന്നു പാട്ട്. അപ്പം തീർച്ചയായിട്ടും ആ പാട്ടിനൊരു വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് വരികൾ എത്തിച്ചു എന്ന് തന്നെ പറയണം. അപ്പോൾ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു കൈതപ്രം സർ എനിക്ക് ഈ പാട്ട് എഴുതി തന്നാലും. ശരിക്കും അതിനുശേഷം ഞാൻ ആലോചിച്ചത് ഒരു വീട്ടിനകത്തോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ അകത്ത് ഇങ്ങനെ ഒതുങ്ങി ഇരിക്കരുത്. കാരണം അത് എല്ലാവരും കേൾക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ VK പ്രകാശ് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു. കാരണം VKPയുടെ പ്രോജക്ട്സിൽ ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഞാൻ ഒരു സ്ക്രീൻ അപ്പിയറൻസ് ചെയ്യുന്നത് പോസിറ്റീവ് എന്ന് പറഞ്ഞ ഫിലിമിലാണ്. അപ്പം അത് അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം നിർബന്ധം പറഞ്ഞു, പാട്ട് പാടിയ ആൾക്കാർ തന്നെ അതിൽ ഞങ്ങൾ പിക്ചറൈസ് ചെയ്യുമ്പം നിങ്ങൾ രണ്ടുപേരെയും വെച്ച്, ഞാനും വേണു അങ്കിളും കൂടെ, നിങ്ങൾ തന്നെ അതിൽ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ഫസ്റ്റ് എൻ്റെ ഒരു സ്ക്രീൻ അപ്പിയറൻസിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടും അത് VK പ്രകാശ് അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ അങ്ങനെ സ്ലോലി ആണ് ഈ ഒരു പ്രോജക്റ്റ് ഡെവലപ്പായി. ഇൻഫാക്റ്റ് ഒരു 5D ക്യാമറയിലൊക്കെ ചുമ്മാ ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. അത് റെഡ് എപ്പിക്കിൽ ചെന്നെത്തി ആൻഡ് ഇറ്റ് ബിക്കെയിം എ വെരി ബിഗ് പ്രോജക്റ്റ്. അപ്പോൾ അതിൽ കുറേ പേര് റോപ്പൻ ചെയ്തു. എൻ്റെ ആക്ടർ ഉണ്ട് ഇതിൽ, ബേസിൽ ഒരുപാട് പടങ്ങൾ അഭിനയിച്ച ആളാണ്. അപ്പം പിന്നെ DOP ധനേഷാണ്. അങ്ങനെ ഒരു വലിയ ക്രൂ തന്നെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാവരുടെയും ഒരു സഹകരണം, സന്തോഷമാണ് അനുരാഗ്. സംഗീത സംവിധായികയായി അഭിനയമുണ്ട്, അതിൽ പാട്ടും പാടിയിട്ടുണ്ട്. ഏത് മേഖലയിലാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? പാട്ട് പാടുക എന്ന് പറയുമ്പോൾ നമ്മൾ പാട്ടുകാരി ആയതുകൊണ്ട് കുറേ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷെ എന്നാൽ മ്യൂസിക് ഡയറക്ഷൻ എത്രമാത്രം ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണെന്നും, അതേപോലെ അതിന് ശേഷം ആക്ടിങ്. സോ ആക്ടിങ് നമ്മൾ സാധാരണ ഒരു സിനിമയിലൊക്കെ പാടുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യും, ഇപ്പം ഇന്ന ആക്ട്രസ് ഇങ്ങനെയായിരിക്കും ഈ പാട്ട് അഭിനയിക്കുക എന്നൊക്കെ. അങ്ങനെ ഒരു ഇമാജിനേഷൻ എനിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഫീലിംഗ്? അപ്പോൾ ഞാൻ പാട്ട് പാടുന്ന സമയത്ത് ഞാൻ കുറേ റൊമാൻറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഞാൻ ഇട്ടിരുന്നു. പിന്നെ ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ ഞാൻ തന്നെയാണ് അഭിനയിക്കുന്നതെന്ന് ഞാൻ പിന്നീട് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ എക്സ്പ്രഷൻ ഇതിലിട്ടത്, എങ്ങനെ ഇത് അഭിനയിക്കും എന്നുള്ളൊരു ഐ ഹാഡ് ദാറ്റ് ഒരു ഇനീഷ്യലി ഒരു ഫിയർ ഉണ്ടായിരുന്നു, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, സ്റ്റാർട്ടിങ് ട്രബിൾ. ബട്ട് പതുക്കെ അത് മാറി. കാരണം VKP ഭയങ്കര ഒരു എനർജറ്റിക്, തമാശയൊക്കെ പറഞ്ഞ് എന്താണ് നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു ഡയറക്ടറാണ്. സോ ഈ ലൈക്ക് ഫുൾ ടൈം അവിടെ നമ്മൾ ഒരു ദിവസത്തിൽ ഷൂട്ട് ചെയ്തതാണ് ഈ ഒരു സോങ്. ഒരു മോർണിംഗ് 11 o'clock മുതൽ രാത്രി 12 മണി വരെ. അപ്പോൾ അതിനകത്ത് ഇത്രയും ഒരു സോങ് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. അത് ഹാറ്റ്സ് ഓഫ് ടു VKP. ആൻഡ് നമ്മുടെ എല്ലാ ടീം മെമ്പേഴ്സും വളരെയധികം സഹകരിച്ചു. വളരെയധികം സന്തോഷകരമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഈ ഒരു പ്രോജക്റ്റിൽ. അപ്പം ഐ തിങ്ക് അനുരാഗം ഇസ് ഓൾ അബൌട്ട് അനുരാഗം. മഞ്ജരിയെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും ശ്രീ യേശുദാസാണ് മഞ്ജരി എന്ന് പറഞ്ഞൊരു ഗായികയെ കണ്ടെത്തി വളർത്തിയൊക്കെ കൊണ്ടുവന്നത്. അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നില്ലേ? അയ്യോ, ഞാൻ ദാസങ്കിളിനോട് പറഞ്ഞിട്ടില്ല ഈ കാര്യം. എന്തായാലും ലോഞ്ച് ഫംഗ്ഷന് വിജയേട്ടൻ വന്നിരുന്നു. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ദാസങ്കിളിൻ്റെ അടുത്ത് അങ്കിള് പൊതുവേ പാട്ട് പാടുമ്പോൾ പാട്ട് മാത്രം പാടണമെന്ന് പറയാം. അപ്പം ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഒരു പാഷൻ കൊണ്ടാണ് ഞാൻ ഒരു മ്യൂസിക് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇതൊക്കെ വന്നു ഭവിച്ചു എന്ന് പറയണം. ആൻഡ് ആക്ടിങ് ഞാൻ വേണമെന്ന് വെച്ച് എനിക്ക് ആക്ട് ചെയ്യണം അങ്ങനത്തെ ഒരു ക്രേസ് വെച്ചിട്ട് ആക്ട് ചെയ്തതല്ല. ജസ്റ്റ് ഒരു ഫോർ ദ ഫൺ സേക്ക് ഓഫ് ഇറ്റ് ഒന്ന് ട്രൈ ചെയ്തു.
സോ മഞ്ജരി ശരിക്കും ഒരു വെർസറ്റൈൽ സിംഗർ നമ്മൾ പറയും. ആ ഒരു ഗണത്തിൽ പെടുത്താവുന്ന ഒരു സിംഗറാണ്. മുകിലിൻ മകളെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. മുകിലിൻ മകളെ ഒഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ മുകിലിൻ മകളെ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ നിന്നെ കാണാൻ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ ഒരു ഭാഗ്യം എന്ന് തന്നെ എനിക്ക് പറയാവുന്നത്, എനിക്ക് അത്തരത്തിലുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള കുറേ സോങ്സ് ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ജസ്റ്റ് ഒരു തുടക്കക്കാരിയായിട്ട് വരുന്ന സമയത്ത് എന്നിൽ അത്രയും കോൺഫിഡൻസ് അർപ്പിച്ചിട്ടുള്ള എനിക്ക് പാടാൻ പറ്റും എന്നുള്ള ഒരു തീർച്ചയായിട്ടും എൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെയാണ് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ തന്നതും. രമേശ് ജി ആയാലും എം ജയചന്ദ്രൻ സർ ആയാലും അവരുടെയൊക്കെ മ്യൂസിക്കിൽ എനിക്ക് പാടാൻ പറ്റി എന്നുള്ളത് ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. കാരണം മുള്ളുള്ള മുരിക്കിന്മേൽ എന്ന് പറഞ്ഞ കോമ്പോസിഷൻ ഇസ് ഓൾസോ വെരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷനാണ്. അദ്ദേഹത്തിൻ്റെ എം ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻസിൽ വൺ ഓഫ് ഹിസ് ബെസ്റ്റ് സോങ്സ് തന്നെ ഞാൻ പറയും. അത് നോട്ട് ബിക്കോസ് എനിക്ക് കിട്ടിയത് കൊണ്ടെന്നല്ല, അല്ലെങ്കിലും എനിക്ക് ആ പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം അത്തരത്തിലുള്ള ഗാനങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്റ്റേറ്റ് ലെവലിൽ എനിക്ക് അവാർഡ് കിട്ടിയപ്പോഴത്തേക്ക് വലിയൊരു അംഗീകാരമായിരുന്നു. ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, എനിക്കൊരു ഒരു ബ്ലെസ്സിങ് തന്നെയായിരുന്നു. മുള്ളുള്ള മുരിക്കിന്മേൽ മൂവന്തി പടർത്തിയ മുത്തുപോലെ തൊടുത്തൊരു പനി നീരേ പനി നീരേ കാറ്റൊന്നനങ്ങിയാൽ കരൾ നൊന്തു പിടയുന്ന കണ്ണാടി കവിളത്തെ കണ്ണുനീരേ കണ്ണുനീരേ. ഇളയരാജ സാറിൻ്റെ ഒപ്പമുള്ള പാട്ടുകളൊക്കെ ഒന്ന് ഓർത്തെടുക്കണ്ടാവില്ലേ? ഇളയരാജ സാറിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഭാഷകളിൽ പാടാനുള്ള അവസരം ഉണ്ടായിരുന്നു. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ. തമിഴിലേക്ക് എനിക്ക് ഇൻട്രൊഡക്ഷൻ കിട്ടുന്നത് രാജ സാറിലാണ്. ആൻഡ് തെലുഗു ഇൻട്രൊഡക്ഷൻ വരുന്നത് കീരവാണി സാറാണ്. കന്നഡ ഓൾസോ രാജ സാറിൻ്റെ തന്നെയാണ് ഞാൻ ആദ്യം പാടിയിരിക്കുന്നത്. എനിക്ക് രാജ സാറിൻ്റെ പാട്ടുകളുടെ ഒരു ക്രേസി ഫാനാണ് ഞാൻ. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും അത് കേൾക്കുമ്പം അതിന് ഒരു വല്ലാത്തൊരു ലഹരിയാണ്, ലൈക്ക് അഡിക്ഷൻ എന്ന് പറയാം. സോ ഐ എം എ ക്രേസി ഫാൻ ഓഫ് രാജ സാറുടെ പാട്ടുകൾ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൽ പാടാൻ പറ്റും എന്നുള്ളത്. ഇൻഫാക്റ്റ് ആദ്യം ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോഴും ഒരു വോയിസ് ടെസ്റ്റിന് പോകുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ഒരു വലിയ കാര്യമല്ലേ എന്നുള്ള ഒരു രീതിയിലാണ് ചെന്നു വോയിസ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ലോട്ടറി അടിച്ച ഒരു ഫീലിംഗ് ആണ്. എനിക്ക് എൻ്റെ ലൈഫിൽ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ആരെയും പരിചയമില്ല. ഞാൻ മ്യൂസിക് 5 വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട്. മസ്കറ്റിലാണ് പഠിച്ചത്. നാട്ടിലേക്ക് കോളേജിന് വേണ്ടി വന്നു എന്നല്ലാതെ കോളേജ് മ്യൂസിക് MA ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങനെ ആരെയും ഇതിൽ പരിചയമില്ല. ചാനൽസിലായാലും ഒന്നുമില്ല, അങ്ങനെ ഒന്നും പരിചയമൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരാൾക്ക് തീർച്ചയായിട്ടും ഇതൊരു ലോട്ടറി തന്നെയാണ്. സോ കഴിവിൻ്റെ ഒരു അംഗീകാരമായിട്ടല്ലേ അതിനെ? കഴിവിൻ്റെ അംഗീകാരമാണ്, പക്ഷെ നമ്മളെ കഴിവ് എന്ന് പറയുന്ന ഒരു ഭാഗ്യം കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. സോ തീർച്ചയായിട്ടും ഞാനത് എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുകയാണ്. കാരണം എനിക്ക് എൻ്റെ ലൈഫ്, എൻ്റെ കരിയർ, ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ കരിയറിൽ തുടക്കത്തിൽ. അപ്പോൾ അത് എനിക്ക് എൻ്റെ ശക്തിയായിട്ട് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ട്. സോ അത് തീർച്ചയായിട്ടും എൻ്റെ ഒരു ഭാഗ്യമാണ്. എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ്. ദാസ് അങ്കിള്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ട്. അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്ക് കിട്ടിയിരിക്കുന്ന ടീച്ചേഴ്സ്, കാരണം നമ്മൾ പണ്ട് മുതലേ അറിഞ്ഞു വരുന്ന നമ്മുടെ ഒരു വഴി
നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വഴി കാണിച്ചു തരാൻ നമുക്ക് ഗുരുക്കന്മാരുണ്ടെങ്കിലേ അത് ഒരു എപ്പോഴും ഒരു സഫലമാവുള്ളൂ. കാരണം കറക്റ്റായിട്ട് എന്നെ ലീഡ് ചെയ്ത എൻ്റെ ടീച്ചേഴ്സ് ഡോക്ടർ ശ്യാമള വിനോദ് കുമാർ, അവരാണ് ഞാൻ 5 വയസ്സിൽ പാട്ട് പഠിക്കുന്നത്. അതിനുശേഷം ഉസ്താദ് ഖാലിദ് അൻവർ ജാൻ, അദ്ദേഹം ഇന്നില്ല, അദ്ദേഹം പാകിസ്ഥാനിയാണ്, അദ്ദേഹമാണ് എനിക്ക് ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിക്കുന്നത്. അതെ. അതിനുശേഷം ഞാൻ ഓമനക്കുട്ടി ടീച്ചറുടെ അടുത്ത് പഠിച്ചു, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറ്, ദാസ് അങ്കിൾ. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഗുരുക്കൻ, ഇപ്പം ഞാൻ പഠിക്കുന്നത് പണ്ഡിറ്റ് രമേശ് ജൂലെ, അദ്ദേഹം രാജസ്ഥാനിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഐ വാസ് വെരി ഫോർച്യുനേറ്റ് ടു ഗെറ്റ് സച്ച് ടീച്ചേഴ്സ് ആൻഡ് അത് തന്നെ ഒരു ഭാഗ്യമാണ്. മഞ്ജരി എപ്പോഴും പാടുമ്പോൾ നമുക്ക് ഒരു തോന്നലുണ്ടായിട്ടുണ്ട്, ഏറ്റവും ചേരുന്നത് മീര ജാസ്മിൻ തന്നെയാണ് ഓൺ സ്ക്രീനിൽ പാടുന്നത് എന്നുള്ളൊരു തോന്നലുണ്ട്. അങ്ങനെ ഒരു കെമിസ്ട്രി തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ അച്ചുവിൻ്റെ അമ്മ പാടാൻ ചെല്ലുമ്പോൾ ഞാൻ ജസ്റ്റ് പാടി. മീര ജാസ്മിൻ്റെ ഒരു സ്റ്റൈൽ ഒരു ഭയങ്കര ബബ്ലിയാണ്, ഭയങ്കര ആക്റ്റീവാണ്. അപ്പം അങ്ങനെ പാടി. ആ പാട്ട് എല്ലാവരും കേട്ടവരൊക്കെ പറഞ്ഞു നല്ലോണം ശബ്ദം മാച്ച് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഐ വാസ് ഹാപ്പി. കാരണം ആസ് എ പ്ലേ ബാക്ക് സിംഗർ നമ്മൾ നമ്മളൊരു ക്യാരക്ടർക്ക് വേണ്ടിയാണ് പാടുന്നത്, ഒരാൾക്ക് വേണ്ടി. അപ്പം ശബ്ദം വേറിട്ട് നിൽക്കരുത്, ശബ്ദം അവർക്ക് മാച്ച് ചെയ്യണം. അപ്പോൾ അതിനുശേഷം ആറ്റിൻകരയോർത്ത് ഞാൻ പാടാൻ ചെന്നപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, അത് എങ്ങനെയായിരിക്കും പിക്ചറൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും അത് അഭിനയിക്കുക എന്നുള്ളത്. അപ്പം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നടിക്ക് വേണ്ടി പാടുക എന്ന് പറയുന്നത് അവരുടെ ശബ്ദമായി മാറാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ്. ഉറുമിയിലെ ഗാനം എടുക്കുമ്പോൾ ശരിക്കൊരു കണ്ണൂർ കാസർഗോഡ് ആ സ്ലാങ് കൃത്യമായിട്ട് ആ ചിന്നി പാട്ടിൽ വന്നിട്ടുണ്ട്. അതൊരു എൻ്റെ നാട് കണ്ണൂരാണ്. അപ്പോൾ കൈതപ്രം സാർ വരി എഴുതി കഴിഞ്ഞപ്പം ഞാനും ദീപക് ചേട്ടനും സ്റ്റുഡിയോയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈതപ്രം സാർ ആ സമയത്ത് വിളിച്ചു, പറഞ്ഞു ആരാണ് പാടാൻ വരണമെന്ന് വെച്ചാൽ അവന് മഞ്ജരി എന്നാണ്. എന്നാൽ പിന്നെ നമ്മുടെ കണ്ണൂർ ഭാഷയിൽ അങ്ങ് പാടിക്കൂടെ, നമുക്ക് അങ്ങനെ ട്രൈ ചെയ്താലോ എന്നാണ്. അപ്പം നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ബേസിസിൽ വെറുതെ ഒന്ന് പാടി നോക്കിയതാണ്. നമ്മുടെ ആ ഒരു കണ്ണൂർ സ്ലാങ്ങിൽ പാടി നോക്കിയപ്പോൾ എനക്ക്. അതെ. അപ്പോൾ ദീപക് ചേട്ടൻ ഇസ് ഓൾസോ ഭയങ്കര എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരു ആളാണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കും റെക്കോർഡിങ് സെഷനിൽ, ഭയങ്കര ഈസി ആക്കും റെക്കോർഡിങ്. നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ പാട്ടൊക്കെ പഠിച്ച് ജോളിയായി റെക്കോർഡ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ചിന്നി എന്ന് പറഞ്ഞ സോങ് എനിക്ക് എൻ്റെ കരിയറിലൊരു വലിയ ബ്രേക്കായിരുന്നു. ആൻഡ് ഓൾ ക്രെഡിറ്റ്സ് ഗോ ടു ദീപക് ദേവ്, ദ കമ്പോസർ. കാരണം അദ്ദേഹം അത്രയും നല്ലൊരു പാട്ടുണ്ടാക്കി. ആൻഡ് ഐ ഗോട്ട് ദി ഓപ്പർച്യൂണിറ്റി ടു സിംഗ് ഇറ്റ്, സോ ഐ എം വെരി ഹാപ്പി. ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ടെനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട അന്ന കണ്ട തെയ്യം മൂടിയടിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല്. ഗസൽ സിംഗറാണ്. നമ്മൾ സിനിമാ ഗാനങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ട്രെയിൻഡ് കർണാട്ടിക് മ്യൂസിക്കിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, ഹിന്ദുസ്ഥാനി പഠിച്ച്. സാധാരണ നമുക്ക് കേൾക്കാറുണ്ട് ഈ 2 ശാഖകളിലുള്ള മ്യൂസിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്ത്. തീർച്ചയായിട്ടും അത് ഇൻഫ്ലുവൻസ്ഡ് ആവാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം നമ്മൾ ഒരു ശൈലി നമ്മൾ കുറേ പ്രാവശ്യം പാടുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലേക്ക് നമ്മുടെ ഒരു സിംഗിങ് സ്റ്റൈലായാലും, ഇപ്പം നമ്മളൊരു ഭാഷ സംസാരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ ആ ഒരു സ്ലാങ് വന്നു പോകും. അപ്പം ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റിലുള്ള ചില ആൾക്കാർ സംസാരിക്കുമ്പം അവരുടെയൊക്കെ വോയിസിനൊരു സാമ്യത ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു സംസാരത്തിനൊരു ടോൺ ഉണ്ടാകും. അതുപോലെ ഇപ്പോൾ കർണാട്ടിക് പാടുന്നതിന് ഒരു പ്രത്യേക ശൈലി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമുക്ക് മറ്റുള്ളതിലേക്ക് അതിൻ്റെ ഒരു ഛായ വന്നേക്കാം. എനിക്ക് ഐ ഡോണ്ട് നോ, എൻ്റെ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് ആണ് തീർച്ചയായിട്ടും. ഞാനിപ്പോൾ എന്തെങ്കിലും നന്നായിട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് തന്നെയാണ്. ആൻഡ് ഇത് ഞാൻ 3ഉം വളരെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഞാൻ MA ചെയ്തത് കർണാട്ടിക് മ്യൂസിക്കിലാണ്. ഞാൻ കൂടുതൽ പക്ഷേ കോൺസേർട്ട്സ് ചെയ്യുന്നത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കലാണ്. എനിക്ക് എനിക്ക് 2 തരത്തിലുള്ള പാട്ടുകൾ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ പാടുമ്പോൾ എനിക്ക് ചില ആൾക്കാർ പറയാറുണ്ട് നിങ്ങൾക്ക് ഹിന്ദുസ്ഥാനിയാണ് വഴങ്ങുന്നത് വോയിസിന്, അല്ലെങ്കിൽ ചിലപ്പോൾ പറയും കർണാട്ടിക്കാണ്. അപ്പോൾ അതൊരു കൺഫ്യൂഷനാണ് വെച്ചാൽ ഏതാ പാടുക എന്നുള്ളത്. നമുക്ക് ആസ് എ മ്യൂസിഷ്യൻ എനിക്ക് എല്ലാ ടൈപ്പ് സോങ്സ് പാടാനും ഇഷ്ടമാണ്. ലൈക്ക് അത് ക്ലാസിക്കലായാലും ലൈറ്റ് ആയാലും ഫോക്ക് സോങ്സ് ആയാലും. സോ ഓൾ ഇൻ ഓൾ നോക്കുകയാണെങ്കിൽ മ്യൂസിക് ഈസ് എവറിത്തിങ്. ഒരു 2 വരി ഗസലും കൂടി കേൾക്കാം. ഓ ഷുവർ.
रंजिश ही सही, दिल ही दुखाने के लिए रंजिश ही सही। फिर से मुझे छोड़ के जाने के लिए रंजिश ही सही। फिर से मुझे छोड़ के जाने के लिए रंजिश ही सही, दिल ही दुखाने के लिए रंजिश ही सही।